പങ്ക്തി കണ്ടനെ കൊന്നു എവിയോ മനോജനും വാനരപ്പടയുമായി സത്വരാമയോധ്യാവുക്കഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശനവ്യയന്നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലു അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും ഈകാസാത്മജാസുതനാം വിഭീഷണാനാലും യോഗേശാത്മജാനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യതേജസാ ജഗത് ചരാവ്യാമം ചരിതവും കേട്ടാനന്ദിച്ചു. മണിരസൽ കാഞ്ചന സിംഹാസനേ തന്മയാദേവിയെ ജാനകിയോടും കൂടെ താനന്ദമിരുന്നരോളിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലം മാറുഭക്യ വന്നിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപീ ഹനുമാനിനി കണ്ടായില്ലി എന്നിലും ഉണ്ടല്ലാ നേരവും ഇവൻ തന്നിലുള്ളിലഭേദമായുള്ളൊരു ഭക്തിനാഥേ തന്നെ സന്തതം ജ്ഞാനത്തെയൊഴിച്ചൊന്നിലും ഒരു നേരമാശയവുമില്ലയല്ലോ. നിർമ്മലാത്മജ്ഞാനത്തിൻ നിന്നവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷാമിവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നിൽക്കണം മടിയാതെ. നമ്മുടെ തത്വമിന്നവനറിയിക്കണമിപ്പോൾ. ചിന്മയേ ജഗത്മയേ തന്മയേ മായാമായി ബ്രഹ്മോപദേശത്തിനു നിർലഭം പാത്രമാമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിലോത്തമോത്തമനുടോ ശ്രീരാമദേവനേ മുരളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും കൂടത്തിൽ നായികക്കല്ലേ ശ്രീരാമപാദഭക്ത പ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകയാമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നിർമ്മലം നിരജ്ഞനം നിർഗുണം നിർവികാരം തന്മയം ശാന്തം പരമാത്മനാം സദാനന്ദം. ജന്മനാശാലികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും സർവകാരണം സർവവ്യാപിനം സർവാത്മനം സർവജ്ഞം സർവേശ്വരം സർവാക്ഷിണ്യം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ മൂലപ്രകൃതിയായതോ. എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമായവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ഡാചനം. തത്സ്വരൂപത്തിനുണ്ടോ ജനാനാദികളെന്നോ തത്സ്വരൂപത്തെ അറിഞ്ഞവനെന്നേ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിലയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും
ആമിഷഭോജികളെ വധിപ്പാനായി കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രൂതയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്കുയാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥിലി രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമാപത്നിയായോരഹല്യാശാപം തീർത്തു. പാദപങ്കജം തൊഴുത വേളയനുഗ്രഹിച്ചാദരാപൂർവം മിഥിലാപുരമകം പുക്കു പുരവൈരിവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം പുക്കു തൊടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടയ്ക്കുവൻ പോടയോധ്യയും പുക്കു. 12 സംവത്സരമിരുന്നു സുഖത്തോടെ സാധനോ അഭിഷേകത്തിന് ആരംഭിച്ചാണതോ. മാതാവ് കൈകേയിയും മുടക്കിയതു മൂലം ദാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രം